ഇനി മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ രോഗികൾ പണം അടച്ചില്ല എന്ന പേരിലോ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ല എന്ന പേരിലോ പ്രാഥമിക ജീവൻ രക്ഷാ ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ വ്യവസ്ഥകൾ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ. എമർജൻസി ആയിട്ട് വരുന്ന രോഗികളെ ആ ഹോസ്പിറ്റലിലുള്ള മാക്സിമം ഫെസിലിറ്റീസ് ഉപയോഗിച്ച് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ആവശ്യമെന്ന് തോന്നിയാൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ആ ഹോസ്പിറ്റലിനുള്ളതാണ്. എമർജൻസി മെഡിക്കൽ കെയർ ലഭ്യമാകുക എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് എന്ന ഫണ്ടമെന്റൽ റൈറ്റിന് കീഴിൽ വരുന്ന കാര്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറിക്കൊപ്പം അവരുടെ ECG, CT സ്കാൻ, എക്സ്റേ മുതലായ റിപ്പോർട്ടുകളും കൈമാറണം. ഹോസ്പിറ്റൽസ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ഹോസ്പിറ്റൽ റിസപ്ഷൻ, ഹെൽപ്പ് ഡെസ്ക്, വെബ്സൈറ്റ് മുതലായവയിൽ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളും അതിന്റെ ബേസിക് നിരക്കും പബ്ലിഷ് ചെയ്തിരിക്കണം. ഒപ്പം തന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ നെയിം, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവയും ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പബ്ലിഷ് ചെയ്തിരിക്കണം. ഹോസ്പിറ്റൽസ് ഇത് കർശനമായി പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം ആരോഗ്യ വകുപ്പിനും ലോക്കൽ ഗവൺമെന്റ് ബോഡീസിനും ഹോസ്പിറ്റൽസിന്റെ ലൈസൻസ് റദ്ദാക്കാൻ സാധിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യകരമായ ജീവിതം നയിക്കുക എന്നുള്ള ഭരണഘടനാപരമായ അവകാശത്തെയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലൂടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു.